Hello friends. Welcome to today's maths class. 9ാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ അധ്യായമാണ് അഭിന്നഗുണനം അഥവാ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഭിന്നസംഖ്യാ രൂപത്തിൽ അതായത് ഫ്രാക്ഷൻ ആയി എഴുതാൻ കഴിയാത്ത സംഖ്യകളെയാണ് നമ്മൾ അഭിന്നസംഖ്യകൾ അഥവാ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് √2, √3, √5 എന്നിവ. ഇവ തമ്മിലുള്ള ഗുണനം എങ്ങനെ ചെയ്യാം, വലിയ റൂട്ടുകളെ എങ്ങനെ ലഘൂകരിക്കാം അഥവാ സിംപ്ലിഫൈ ചെയ്യാം, ഒപ്പം പാഠപുസ്തകത്തിലെ ആദ്യ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് വിശദമായി പഠിക്കാം. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് തുടങ്ങാം. സ്ക്രീനിലുള്ള മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ നോക്കൂ. ഇതിന്റെ ലംബവശങ്ങൾ അഥവാ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ വീതമാണ്. പൈതഗോറസ് തിയറം പ്രകാരം ഇതിന്റെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് √1² + 1² = √2 മീറ്റർ. ഈ കർണത്തിൽ ഒരു സമചതുരം വരച്ചാൽ അതിന്റെ ഒരു വശം √2 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? 4 വശങ്ങളുടെയും തുക പെരിമീറ്റർ =√2 + √2 + √2 + √2 = 4 × √2 = 4 √2 അഭിന്നകസംഖ്യകളിൽ ഗുണൻചിഹ്നം ഒഴിവാക്കി നമ്മൾ ഇതിനെ 4√2 എന്ന് എഴുതുന്നു. ഇനി ഇതിന്റെ ഏകദേശ മൂല്യം അഥവാ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാൻ √2 ഏകദേശം 1.414 എന്ന് എടുത്താൽ 4 × 1.414 5.656 മീറ്റർ എന്ന് ലഭിക്കും. അതുപോലെ √2ന്റെ പകുതി ഭാഗത്തെ നമുക്ക് 1/2 √2 അല്ലെങ്കിൽ √2/2 അതായത് ഏകദേശം 0.707 എന്നും എഴുതാം. ഇനി ഒരു ചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന ആശയത്തിലൂടെ അഭിന്നഗുണനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുനിയമത്തിലേക്ക് എത്തുകയാണ്. ഏതൊരു രണ്ട് അതിസംഖ്യകൾക്കും അതായത് പോസിറ്റീവ് നമ്പേഴ്സിനും √x × √y √xy അതായത് സ്ക്വയർ റൂട്ടുകൾ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച ശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന് വശങ്ങൾ √2ഉം √3ഉം ആയ ഒരു ചതുരത്തിന്റെ പരപ്പളവ് √2 × √3 √2 × 3 √6 അതായത് ഏകദേശം 2.449. ഈ നിയമം ഉപയോഗിച്ച് വലിയ സ്ക്വയർ റൂട്ടുകളെ നമുക്ക് ലഘൂകരിക്കാം അഥവാ സിംപ്ലിഫൈ ചെയ്യാം. √18 = √9 × 2 √9 × √2 3 √2 √27 = √9 × 3 = √9 × √3 3 √3 √12 = √4 × 3 = √4 × √3 ഈ ലഘൂകരണ രീതി നന്നായി ഓർത്തുവെക്കുക. ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഇനി പേജ് 88-ലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2 സെന്റിമീറ്റർ വശമുള്ള 4 സമഭുജ ത്രികോണങ്ങൾ അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകൾ തന്നിട്ടുണ്ട്. അതിൽ 2 ലംബമായ ഉയരം വഴി മുറിച്ചും ബാക്കി 2 മുഴുവനായി ചേർത്തുവെച്ചും ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു ചതുരം അഥവാ റെക്ടാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ ചുറ്റളവും പരപ്പളവും കാണണം. ആദ്യം ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം അഥവാ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഉയരം h = √2 - 1² = √4 - 1 = √3 സെന്റിമീറ്റർ. ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചതുരത്തിന്റെ നീളം അഥവാ ലെന്ത് 2 സെന്റിമീറ്റർ ആണ്. വീതി അഥവാ ബ്രെഡ്ത്ത് ആകട്ടെ 2 ത്രികോണങ്ങളുടെ ഉയരങ്ങൾ ചേർന്നതാണ്, അതായത് √3 + √3 = 2 √3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് 2 × നീളം + വീതി = 2 × 2 + 2 √3 = 4 + 4 √3 സെന്റിമീറ്റർ. പരപ്പളവ് നീളം × വീതി = 2 × 2 √3 = 4 √3 സ്ക്വയർ സെന്റിമീറ്റർ. അല്ലെങ്കിൽ 4 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കൂട്ടിയാലും 4 × ½ × 2 × √3 = 4 √3 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് തന്നെ കിട്ടും. രണ്ടാമത്തെ ചോദ്യം 2 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരവും അതിന്റെ ഇരട്ടി അതായത് 4 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണവും മുറിച്ച് ക്രമീകരിച്ച് ഒരു ലംബകം അഥവാ ട്രപ്പീസിയം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കണം. ഒന്നാമത്തെ ഘട്ടം സമചതുരത്തിന്റെ വികർണം അഥവാ ഡയഗണൽ √2² + 2² = √8 = 2 സെന്റിമീറ്റർ. ഇതാണ് ലംബകത്തിന്റെ 2 ചെരിഞ്ഞ വശങ്ങൾ അഥവാ സ്ലാന്റഡ് സൈഡ്സ്.
രണ്ടാമത്തെ ഘട്ടം ത്രികോണത്തിന്റെ ഉയരം √4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു √16 മൈനസ് 4 ഈക്വൽ ടു √12 ഈക്വൽ ടു 2 √3 സെന്റിമീറ്റർ. ഇനി ലംബകത്തിന്റെ വശങ്ങൾ നോക്കൂ. മുകളിലെ വശം അഥവാ ടോപ്പ് ബേസ് 2 √3 സെന്റിമീറ്റർ. താഴത്തെ വശം അഥവാ ബോട്ടം ബേസ് 2 + 2 √3 + 2 ഈക്വൽ ടു 4 + 2 √3 സെന്റിമീറ്റർ. ലംബകത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ മുകളിലെ വശം പ്ലസ് താഴത്തെ വശം പ്ലസ് 2 ചെരിഞ്ഞ വശങ്ങൾ 2 √3 + 4 + 2 √3 + 2 √2 + 2 √2 ഈക്വൽ ടു 4 + 4 √3 + 4 √2 സെന്റിമീറ്റർ. ആകെ പരപ്പളവ് അഥവാ ടോട്ടൽ ഏരിയ സമചതുരത്തിന്റെ പരപ്പളവ് പ്ലസ് സംഭുജത്രികോണത്തിന്റെ പരപ്പളവ് 2 സ്ക്വയർ പ്ലസ് അര ഇൻറ്റു 4 ഇൻറ്റു 2 √3 ഈക്വൽ ടു 4 + 4 √3 സ്ക്വയർ സെന്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം പരപ്പളവ് 27 സ്ക്വയർ സെന്റിമീറ്ററും 12 സ്ക്വയർ സെന്റിമീറ്ററുമുള്ള രണ്ട് സമചതുരങ്ങൾ ചേർത്തുവച്ചിരിക്കുന്നു. ഇതിന്റെ താഴത്തെ വശത്തിന്റെ ആകെ നീളം കണ്ടെത്തണം. ഒന്നാമത്തെ സമചതുരത്തിന്റെ വശം √27 ഈക്വൽ ടു √9 ഇൻറ്റു 3 ഈക്വൽ ടു 3 √3 സെന്റിമീറ്റർ. രണ്ടാമത്തെ സമചതുരത്തിന്റെ വശം √12 ഈക്വൽ ടു √4 ഇൻറ്റു 3 ഈക്വൽ ടു 2 √3 സെന്റിമീറ്റർ. അപ്പോൾ താഴത്തെ വശത്തിന്റെ ആകെ നീളം 3 √3 + 2 √3 ഈക്വൽ ടു 5 √3 സെന്റിമീറ്റർ. √3 ഏകദേശം 1.732 ആണെന്ന് നമുക്കറിയാം. സെന്റിമീറ്ററിലുള്ള മൂല്യം കണക്കാക്കിയാൽ 5 × 1.732 ഈക്വൽ ടു 8.66 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. നാലാമത്തെ ചോദ്യം വശങ്ങൾ 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററുമുള്ള രണ്ട് സമചതുരങ്ങൾ മൂലകൾ ചേർത്തുവച്ചിരിക്കുന്നു. ഇതിലൂടെ കടന്നുപോകുന്ന ചെരിഞ്ഞ വരയുടെ അഥവാ സ്ലാന്റഡ് ലൈനിന്റെ നീളം കണ്ടെത്തണം. ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ചെരിഞ്ഞ വര എന്നത് രണ്ട് സമചതുരങ്ങളുടെയും വികർണങ്ങൾ അഥവാ ഡയഗണലുകൾ ചേർന്ന നേർരേഖയാണ്. വലിയ സമചതുരത്തിന്റെ വികർണം √3 സ്ക്വയർ + 3 സ്ക്വയർ ഈക്വൽ ടു √18 ഈക്വൽ ടു 3 √2 സെന്റിമീറ്റർ. ചെറിയ സമചതുരത്തിന്റെ വികർണം √2 സ്ക്വയർ + 2 സ്ക്വയർ ഈക്വൽ ടു √8 ഈക്വൽ ടു 2 √2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചെരിഞ്ഞ വരയുടെ ആകെ നീളം 3 √2 + 2 √2 ഈക്വൽ ടു 5 √2 സെന്റിമീറ്റർ. √2 ഏകദേശം 1.414 എടുത്താൽ ഇത് 5 × 1.414 ഈക്വൽ ടു 7.07 സെന്റിമീറ്റർ ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം ചിത്രത്തിലെ മട്ടത്രികോണത്തിന്റെ കർണത്തിൽ വരച്ച സമചതുരത്തിന്റെ പരപ്പളവ് 50 സ്ക്വയർ സെന്റിമീറ്ററും ഒരു ലംബവശത്തിൽ വരച്ച സമചതുരത്തിന്റെ പരപ്പളവ് 18 സ്ക്വയർ സെന്റിമീറ്ററുമാണ്. മൂന്നാമത്തെ വശത്തിന്റെ നീളവും ത്രികോണത്തിന്റെ ചുറ്റളവും കണ്ടെത്തണം. കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് √50 ഈക്വൽ ടു √25 × 2 ഈക്വൽ ടു 5 √2 സെന്റിമീറ്റർ. ഒരു വശം √18 ഈക്വൽ ടു √9 × 2 ഈക്വൽ ടു 3 √2 സെന്റിമീറ്റർ. പൈതഗോറസ് തിയറം പ്രകാരം മൂന്നാമത്തെ വശം കർണം സ്ക്വയർ മൈനസ് വശം സ്ക്വയർ ഈക്വൽ ടു √50 - 18 ഈക്വൽ ടു √32 ഈക്വൽ ടു √16 × 2 ഈക്വൽ ടു 4 √2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മട്ടത്രികോണത്തിന്റെ ചുറ്റളവ് 5 √2 + 3 √2 + 4 √2 ഈക്വൽ ടു 12 √2 സെന്റിമീറ്റർ. അവസാനത്തെ ചോദ്യം തന്നിരിക്കുന്ന ജോഡികൾ ഗുണിക്കുമ്പോൾ ഗുണനഫലം എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ ആയി വരുന്നത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക.
ഒന്നാമത്തേത് √3 × √12 ഈക്വൽ ടു √3 × 12 ഈക്വൽ ടു √36 ഈക്വൽ ടു 6. ഇതൊരു എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പറാണ്. രണ്ടാമത്തേത് √3 × √1.2 ഈക്വൽ ടു √3.6. ഇതൊരു അഭിന്നക സംഖ്യ അഥവാ ഇറാഷണൽ നമ്പറാണ്. മൂന്നാമത്തേത് √5 × √8 ഈക്വൽ ടു √40 ഈക്വൽ ടു 2 √10. ഇതൊരു അഭിന്നക സംഖ്യയാണ്. നാലാമത്തേത് √0.5 × √8 ഈക്വൽ ടു √0.5 × 8 ഈക്വൽ ടു √4 ഈക്വൽ ടു 2. ഇതൊരു എണ്ണൽ സംഖ്യയാണ്. അഞ്ചാമത്തേത് √7 × √3 ഈക്വൽ ടു √15/2 ഇൻറ്റു 10/3 ഈക്വൽ ടു √150/6 ഈക്വൽ ടു √25 ഈക്വൽ ടു 5. ഇതൊരു എണ്ണൽ സംഖ്യയാണ്. ആറാമത്തേത് √2/5 × √1/10 ഈക്വൽ ടു √2/50 ഈക്വൽ ടു √1/25 ഈക്വൽ ടു 1/5. ഇതൊരു ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരങ്ങൾ 1, 4, 5, 6 എന്നിവയാണ്. ഇതോടെ അഞ്ചാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗവും പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങളും നമ്മൾ പൂർത്തിയാക്കി. അടുത്ത ഭാഗത്തിൽ നമ്മൾ അഭിന്ന കാരണം അഥവാ ഡിവിഷൻ ഓഫ് ഇറാഷണൽസ് വിശദമായി പഠിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.